വെൽക്കം ടു എജൂസ് അക്കാഡമി. നമ്മൾ ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസിന് അതായത് നമ്മുടെ റെഗുലർ ബാച്ച് സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഫീച്ചേഴ്സിൽ ഒന്നാണ് റാങ്ക് ബൂസ്റ്റർ പാക്ക്. അപ്പം ആക്ച്വലി പലരും എന്നോട് ചോദിച്ചിരുന്നു, സർ എന്താണ് ഈ റാങ്ക് ബൂസ്റ്റർ പാക്ക്, അതിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആവുക എന്ന് ചോദിച്ചിരുന്നു. അപ്പം അതിന് ആക്ച്വലി ഒരു റിപ്ലൈ എന്ന രീതിയിൽ ഒരു ഡെമോ പേർപ്പസിനാണ് നമ്മൾ ആക്ച്വലി ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ റാങ്ക് ബൂസ്റ്റർ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ റാങ്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് റാങ്ക് ഇൻക്രീസ് ആകാൻ അല്ലെങ്കിൽ റാങ്ക് കുറച്ച് ടോപ്പിലേക്ക് വന്നിട്ട് നമുക്ക് ലിസ്റ്റിൽ വന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പം റാങ്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പെട്ടെന്ന് ജോലി ലഭിക്കത്തുള്ളൂ, അല്ലെ? സോ അല്ലാതെ ലിസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ലിസ്റ്റ് എക്സ്പയർ ആയി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ റാങ്ക് മുന്നിലേക്ക് വരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ റാങ്ക് ബൂസ്റ്റർ പാക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് ആക്ച്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസ്, അതായത് നമ്മുടെ കേരള PSCയുടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൽ വരുന്നുണ്ട്. കൂടാതെ പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നെ സ്റ്റുഡൻസിന് തന്നെ അത് സ്വന്തമായിട്ട് അറ്റൻഡ് ചെയ്യാം. അതിന്റെ ആൻസേഴ്സ് വരും. അപ്പൊ അത് അതിന്റെ സ്കോർ വെച്ചിട്ട് നമുക്ക് അതിന്റെ ഇംപ്രൂവ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഓരോ എക്സാമും കഴിയുമ്പോൾ നമ്മുടെ സ്കോർ എങ്ങനെയാണ്, കൂടുന്നുണ്ടോ അതോ എത്രത്തോളം ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം. അതായത് നമുക്ക് അറിയാമല്ലോ, നമ്മുടെ എക്സാം എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്സ് ഉള്ള ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ മാക്സിമം തെറ്റ് ആൻസേഴ്സ് വരാതെ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിന് ഒരു വഴി, അതായത് ഈ തെറ്റ് വരുത്തുന്നത് കുറയ്ക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മുടെ റാങ്ക് ബൂസ്റ്റർ പാക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ PSCയുടെ വേറൊരു ട്രെൻഡ് ആണ്. ആക്ച്വലി നേരത്തെ നമ്മൾ ഈ പഴയ ക്വസ്റ്റ്യൻസ് കുറെ ഒന്ന് നോക്കുമ്പോഴത്തേക്കാണ്, നമുക്ക് ടൈം കിട്ടുമ്പോൾ ജസ്റ്റ് ആ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. നേരത്തേക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതായത് PSCയുടെ തന്നെ സെയിം ക്വസ്റ്റ്യൻ പേർപ്പസിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പഠിച്ചിട്ട് പോയാൽ അതൊക്കെ കുറെയൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. അതായത് ക്വസ്റ്റ്യൻസ് സെയിം ക്വസ്റ്റ്യൻസിനെ റിപ്പീറ്റ് ചെയ്ത് വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല ട്രെൻഡ്. നമ്മുടെ PSCയുടെ ട്രെൻഡ് ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പം ക്വസ്റ്റ്യൻസ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല, പക്ഷെ ഏരിയാസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അതായത് ഇപ്പം ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ പിന്നെയും ചോദിക്കുന്നില്ല, പക്ഷെ ആ ഏരിയയിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പം അത് നമുക്ക് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്ക് ഇങ്ങനെ മാർക്ക് കൂടുതലായിട്ട് കിട്ടാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, കൂടാതെ ആ ഏരിയ കൂടുതലായിട്ട് വായിച്ച് പഠിക്കുക. അപ്പൊ ആ രീതിയിലും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റാങ്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു വഴി കൂടെ ആണിത്. അതായത് ഏരിയാസ്, ഈ PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള ഏരിയാസ് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ നമ്മുടെ റാങ്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം അത് മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഇനി ആ ഏരിയയിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ള രീതിയിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഈ ഒരു കാര്യവും നമ്മുടെ റാങ്ക് ബൂസ്റ്റർ പാക്കിൽ വരുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അൺലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ, അതായത് നിങ്ങൾക്ക് ഡിസ്കഷൻ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് എങ്ങനെയാണ് അത് ചോദിക്കുക എന്നുള്ളത്. അതായത് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പറഞ്ഞു പോവുകയല്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും റാഷണലും പറഞ്ഞു പോവുകയല്ല, അതിന്റെ ഓപ്ഷൻസ് അനലൈസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇനി ഭാവിയിൽ ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ടൈം കളയാതെ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് പോവാം. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ കൂടെയാണ്. അവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, അല്ലെ? എന്താണ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോംസ് ദ മൈലിൻ ഷീത്ത് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം, അല്ലെ? ന്യൂറോളജിയിൽ നിന്ന് ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ന്യൂറോയിൽ നിന്നൊക്കെ വളരെ ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കുമ്പോൾ അറിയാം, ന്യൂറോയിൽ കാർഡിയോയിൽ നിന്നൊക്കെ വളരെ ഡെപ്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, അല്ലെ? അപ്പൊ അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോംസ് ദ മൈലിൻ ഷീത്ത് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം, അല്ലെ? സെൻട്രൽ നെർവസ് സിസ്റ്റം നമുക്കറിയാം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെ വരിക? ബ്രെയിനും സ്പൈനൽ കോഡും വരുന്നുണ്ട്, അല്ലെ? അപ്പം ഇതിന്റെ മൈലിൻ ഷീത്ത് എന്താണ്? കവറിങ്, അല്ലെ? നമ്മുടെ ന്യൂറോണിന്റെ കവറിങ്ങിനാണ് നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് പറയുക. അപ്പൊ ഈ മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത് ഏത് സെൽസിൽ നിന്നാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, CNS, അല്ലെ? സോ അപ്പം ഇത് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് CNS ആ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ PNS ഉണ്ടല്ലേ, അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. സോ അതിൽ ആക്ച്വലി മൈലിൻ ഷീത്ത് വേറെ സെൽസ് കൊണ്ടായിരിക്കും ഫോം ചെയ്യുക, അല്ലെ? സോ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്, അതുകൂടെ ഓർത്തിരിക്കാം. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് വന്നേക്കുന്നത് എന്താണ്? ഓപ്ഷൻ എയില് ആസ്ട്രോസൈറ്റ്സ് ആണ്, B മൈക്രോഗ്ലിയ ആണ്, ഓപ്ഷൻ C ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ്, കൂടാതെ ഓപ്ഷൻ ഡി എന്താണ്? ഷ്വാൻ സെൽസ് ആണ്. അപ്പൊ ഇതിൽ ഏത് സെല്ല് വെച്ചിട്ടാണ് ഈ CNS മൈലിൻ ഷീത്ത് ഫോം ചെയ്തേക്കുന്നത്? പഠിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും, അല്ലെ? സോ നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ C ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരികയല്ല.
അല്ലേ? അതായത് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആണ് മൈലിൻ ഷീത്ത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഫോം ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം, ആ ഒരു കാര്യം കൂടെ നമ്മൾ ഒന്ന് പഠിച്ചു പോകണല്ലോ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എക്സാം ഹാളിൽ പോകുമ്പോൾ മറന്നു പോകും പെട്ടെന്ന്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആക്ച്വലി CNS അല്ലെ, CNSലെ മൈലിൻ ഷീത്ത്. അപ്പം CNSലെ മൈലിൻ ഷീത്ത് ദാണ്ട് CNSലെ മൈലിൻ ഷീത്ത് C. അപ്പം അത് ആ C ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ O ആയി അല്ലേ? സോ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് വെച്ചിട്ടാണ് CNSലെ മൈലിൻ ഷീത്ത് ഫോം ചെയ്തേക്കുന്നത്. അങ്ങനെ ഒന്ന് ഓർത്തിരിക്കാം കേട്ടോ. CNSന്റെ C എടുത്തിട്ട് നമ്മൾ അതങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആയി. ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് വെച്ചിട്ടാണ് നമ്മുടെ CNSലെ മൈലിൻ ഷീത്ത് ഫോം ചെയ്തേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം. അപ്പോ മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ നെർവസ് അല്ലെങ്കിൽ CNSന്റെ സെൽസ് അല്ലെ, സെൽസ് ഏതൊക്കെയാ വരിക? ഒന്ന് ന്യൂറോൺസ്, രണ്ടാമതായിട്ട് ന്യൂറോഗ്ലയൽ സെൽസ് അല്ലെ. ന്യൂറോൺസ് നമുക്കറിയാം അല്ലെ, നമ്മുടെ നെർവ് സെൽസിനാണ് നമ്മൾ ന്യൂറോൺസ് എന്ന് പറയുക. കൂടാതെ ന്യൂറോഗ്ലയൽ സെൽസ് എന്താണ്? അതായത് ന്യൂറോൺസിന് സപ്പോർട്ട് ചെയ്യുന്ന സെൽസ് ആണ് അല്ലെ, സപ്പോർട്ടിങ് സെൽസിനാണ് നമ്മൾ ന്യൂറോഗ്ലയൽ സെൽസ് എന്ന് പറയുക. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, മൈലിൻ ഷീത്ത് എന്താണ്? ഇസ് എ ഫാറ്റി insulating layer that surrounds the axons അല്ലെ, നമ്മുടെ ആക്സോൺസിനെ കവർ ചെയ്യുന്ന നല്ല ഫാറ്റി ആയിട്ടുള്ള കൂടാതെ ഇൻസുലേറ്റിംഗ് ലെയർ ആണ് എന്താ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഡയഗ്രത്തിൽ നന്നായിട്ട് മനസ്സിലാവും. ഡയഗ്രത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആക്സോൺസിന്, ഈ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആക്സോൺസിനെ കവർ ചെയ്തു വരുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിനാണ് നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്സ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് ഇലക്ട്രിക്കൽ സിഗ്നൽ ട്രാൻസ്മിഷൻ ഇൻ ദ ന്യൂറോൺസ്. അതായത് നമ്മുടെ ന്യൂറോൺസിലെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട് അല്ലെ. സോ ആ ട്രാൻസ്മിഷന്റെ സ്പീഡ് കൂട്ടുക എന്നുള്ളതാണ് ഈ മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരിക. അപ്പോ CNSലെ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് മൈലിൻ ഷീറ്റ്. കൂടാതെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഈച്ച് ഒളിഗോഡെൻഡ്രോസൈറ്റ് കവേഴ്സ് മൾട്ടിപ്പിൾ ആക്സോൺസ് റാപ്പിംഗ് ദം വിത്ത് മൈലിൻ. അപ്പൊ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാം ഓരോ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. അപ്പൊ ഈ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്താണ്? അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ന്യൂറോൺസിനെ കവർ ചെയ്യുന്നു എന്നാ പറയുന്നത് അല്ലേ. ഇതൊരു ന്യൂറോൺ ആണ്, അതുപോലെ അടുത്ത് വേറൊരു ന്യൂറോൺ പോകുന്നുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ, ഒന്നിൽ കൂടുതൽ ന്യൂറോൺസിനെ കവർ ചെയ്യുന്നുണ്ട് ആര്? ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് കേട്ടോ. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ഞാൻ നേരത്തെ ഒരു ചെറിയൊരു ഹിന്റ് തന്നിരുന്നു. CNS സ്പെസിഫിക് ആയിട്ടാണ് ചോദിച്ചിരുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പം എന്താണ്? PNSലെ മൈലിൻ ഷീത്ത് ഫോം ചെയ്യുന്നത് വേറെ സെൽസ് ആയിരിക്കും. അതുകൊണ്ടാണ് എക്സാമിന് CNS സ്പെസിഫിക് ആയിട്ട് ചോദിച്ചത്. അപ്പൊ പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെ, നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ മൈലിൻ ഷീത്ത് ഫോം ചെയ്തിരിക്കുന്ന ഏത് സെൽസ് വെച്ചിട്ടാണ്? യെസ്, ഷ്വാൻ സെൽസ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഷ്വാൻ സെൽസ് വെച്ചിട്ടാണ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ മൈലിൻ ഷീത്ത് ഫോം ചെയ്തിരിക്കുന്നത് കേട്ടോ. PS, നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ PS ഇല്ലേ, അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ മൈലിൻ ഷീത്ത് ഫോം ചെയ്തിരിക്കുന്ന ഏത് സെൽ വെച്ചിട്ടാണ്? ഷ്വാൻ സെൽസ് വെച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. They only myelinate a single axon at a time. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് മൾട്ടിപ്പിൾ ആക്സോൺസിനെ മൈലിനേറ്റ് ചെയ്യുന്നു. അതേസമയം ഇവിടെ എന്താണ്? ഷ്വാൻ സെൽസ് എന്താണ്? സിംഗിൾ ആക്സോൺ, ഒറ്റ ആക്സോണിനെ മാത്രമാണ് ഷ്വാൻ സെൽസ് മൈലിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ഷ്വാൻ സെൽസിന്റെ ഡയഗ്രാം ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. സോ മനസ്സിലായല്ലോ. സോ ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. ഇത് ജസ്റ്റ് ഒരു ഡയഗ്രാം ആണ്, നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഒളിഗോഡെൻഡ്രോസൈറ്റ്സും ഷ്വാൻ സെൽസും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്താണ്? മൾട്ടിപ്പിൾ ആയിട്ടുള്ള ന്യൂറോൺസിനെ കവർ ചെയ്യുന്നുണ്ട്. കൂടാതെ ഷ്വാൻ സെൽസ് സിംഗിൾ ന്യൂറോണിനാണ് കവർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇനി അടുത്ത ഓപ്ഷൻസിനെ അനലൈസ് ചെയ്യാണ്. അപ്പം ഞാൻ പറഞ്ഞു രണ്ട് തരത്തിലുള്ള സെൽസ് ഉണ്ട്. ഒന്ന് ന്യൂറോൺസ് ഉണ്ട് അല്ലെ, നമ്മുടെ നെർവസ് സെൽസിനാണ് നമ്മൾ ന്യൂറോൺസ് എന്ന് പറയുക. രണ്ടാമത്തെ സെൽ എന്താണ്? ആ ന്യൂറോൺസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന സെൽസ് ഉണ്ട്. അതിന് നമ്മൾ എന്താ പറയുക? ന്യൂറോഗ്ലയൽ സെൽസ് എന്ന് പറയും അല്ലെ. സോ ഈ ന്യൂറോഗ്ലയൽ സെൽസ് നമുക്ക് പല തരത്തിലുണ്ട് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ CNSലും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും വേറെ വേറെയാണ് ഈ ന്യൂറോഗ്ലയൽ സെൽസ് വരിക. അപ്പം CNSൽ നമുക്ക് മെയിൻ ആയിട്ട് 4 തരത്തിലുള്ള ഗ്ലയൽ സെൽസ് പഠിക്കാനായിട്ടുള്ളത്.
ഉള്ളത് കേട്ടോ. അപ്പം അതിൽ ഫസ്റ്റ് എന്താണ് ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയും കേട്ടോ. ആസ്ട്രോസൈറ്റ്സ് ഇമ്പോർട്ടന്റ് ആട്ടോ, ചോദിക്കാവേ. സോ എന്താണ് ഈ ആസ്ട്രോസൈറ്റ്സ്? ലാർജസ്റ്റ് ഗ്ലയൽ സെൽസ് ആണ് കേട്ടോ. ലാർജസ്റ്റ് ഗ്ലയൽ സെൽസ് ആണ് ഈ ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയുക. കൂടാതെ വേറൊരു ഇതാണ് ഈ ഡയഗ്രാം, നമ്മുടെ ആസ്ട്രോസൈറ്റ്സിന്റെ ഡയഗ്രാം ഇതാണ്. അപ്പം അത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഏത് ഷേപ്പ് ആയിരിക്കും ഈ ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയുക? ആസ്ട്രോസൈറ്റ്സ് എന്താണ്? സ്റ്റാർ ഷേപ്ഡ് ആയിരിക്കും അല്ലെ? സ്റ്റാർ ഷേപ്ഡ് ആണ് ആസ്ട്രോസൈറ്റ്സിന്റെ ഷേപ്പ്. ഏതാണ്? സ്റ്റാർ ഷേപ്ഡ് ആണ്. കൂടാതെ അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുക പ്രൊവൈഡ് സ്ട്രക്ചറൽ ആൻഡ് മെറ്റബോളിക് സപ്പോർട്ട് ടു ദ ന്യൂറോൺസ്. ന്യൂറോൺസിന് സ്ട്രക്ചറൽ സപ്പോർട്ട് കൂടാതെ മെറ്റബോളിക് സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്നത് ആരാണ്? ആസ്ട്രോസൈറ്റ്സ് ആണ്. then help to maintain the blood brain barrier കേട്ടോ. നമ്മുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് ഈ ആസ്ട്രോസൈറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് മൈക്രോഗ്ലിയ. മൈക്രോഗ്ലിയ അല്ലെ? മൈക്രോഗ്ലിയ, അത് പേര് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത് അല്ലെ? ചെറുതാണ് നമ്മൾ മൈക്രോ എന്ന് പറയുക. അപ്പം അതുപോലെ തന്നെ സ്മോളസ്റ്റ് ഗ്ലയൽ സെൽസ് ആണ് എന്ത്? മൈക്രോഗ്ലിയ. മൈക്രോഗ്ലിയ എന്താണ്? സ്മോളസ്റ്റ് ഗ്ലയൽ സെൽസ് ആണ്. കൂടാതെ ഇമ്മ്യൂൺ സെൽസ് ഓഫ് ദ CNS, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ഇമ്മ്യൂൺ സെൽസ് ആണ് ആര്? ഈ മൈക്രോഗ്ലയൽ സെൽസ് എന്ന് പറയുക. അതായത് ഇമ്മ്യൂൺ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് നടത്തുക അല്ലെ? അതായത് നമ്മുടെ സെൽസിനെ പ്രൊട്ടക്ട് ചെയ്ത് നടത്തുക എന്നുള്ളതാണ് ഇമ്മ്യൂൺ സെൽസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം റെസ്പോൺസിബിൾ ഫോർ ക്ലിയറിംഗ് ദ ഡെബ്രിസ് കൂടാതെ പാത്തോജൻസ് ത്രൂ ഫാഗോസൈറ്റോസിസ് കേട്ടോ. ഫാഗോസൈറ്റോസിസ് വഴി ഡെബ്രിസിനെയും പാത്തോജൻസിനെയും ഒക്കെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ മൈക്രോഗ്ലിയയുടെ ഫംഗ്ഷൻ ആയിട്ട് വരിക. അപ്പോൾ ആസ്ട്രോസൈറ്റ്സ് നമ്മൾ കണ്ടു. നെക്സ്റ്റ് നമ്മൾ മൈക്രോഗ്ലിയൽ സെൽസ് കണ്ടു. അപ്പോ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ക്രേനിയൽ നെർവ് ഇന്നർവേറ്റ്സ് ദ ലാറ്ററൽ റെക്ടസ് മസിൽസ് ഓഫ് ദ ഐ? അഗൈൻ ഒരു നെർവസ് സിസ്റ്റത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഏത് ക്രേനിയൽ നെർവ്? നമുക്ക് ക്രേനിയൽ നെർവ് ഒക്കെ അറിയാം അല്ലെ? എന്താണ് ക്രേനിയൽ നെർവ്? എത്ര പെയറാ ഉള്ളത്? 12 പെയേഴ്സ് അല്ലെ? നമുക്ക് 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സ് ഉണ്ട്. 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സ് ഉണ്ട്. അതിന്റെ പേരുകൾ പഠിക്കണം. ഏതൊക്കെ ടൈപ്പ്, ഓരോ ക്രേനിയൽ നെർവും ഏത് ടൈപ്പ് ആണ്, അതായത് സെൻസറി ആണോ, മോട്ടോർ ആണോ, മിക്സഡ് ആണോ എന്നൊക്കെ പഠിക്കണം കേട്ടോ. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. സോ വിച്ച് ക്രേനിയൽ നെർവ് ഇന്നർവേറ്റ്സ് ദ ലാറ്ററൽ റെക്ടസ് മസിൽ ഓഫ് ദ ഐ? അതായത് ലാറ്ററൽ റെക്ടസ് മസിൽ, ഐയുടെ നമ്മുടെ കണ്ണുകളുടെ ലാറ്ററൽ റെക്ടസ് മസിലിനെ ഇന്നർവേറ്റ് ചെയ്യുന്ന ക്രേനിയൽ നെർവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ തേർഡ് ക്രേനിയൽ നെർവ്. അതിന്റെ വേറെ പേര് എന്താണ്? ഒക്കുലോമോട്ടോർ നെർവ്. then fourth cranial nerve trochlear. then fifth trigeminal and option D sixth അതായത് abducens nerve. അപ്പൊ ഇതിൽ ഏത് ക്രേനിയൽ നെർവ് ആണ് ലാറ്ററൽ റെക്ടസ് മസിൽസിനെ ഇന്നർവേറ്റ് ചെയ്യുന്നത്? എന്താണ്? പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ. ഐഡിയ ഉണ്ടോ? കിട്ടുന്നുണ്ടോ? നമ്മുടെ ലാറ്ററൽ റെക്ടസ് മസിൽസിനെ ഇന്നർവേറ്റ് ചെയ്യുന്നത് 6th ക്രേനിയൽ നെർവ്, അതായത് അബ്ഡൂസൻസ് നെർവ് ആണ് നമ്മുടെ ലാറ്ററൽ റെക്ടസ് മസിലിനെ ഇന്നർവേറ്റ് ചെയ്യുന്നത്. ഈ അബ്ഡൂസൻസ് നെർവിന് വേറെ ഒരു പേരുണ്ട്, അറിയാവോ? എന്താണ്? ലവേഴ്സ് നെർവ് എന്ന് പറയില്ലേ? ലവേഴ്സ് നെർവ് എന്ന് പറയും. ഇത് ഓർത്തിരിക്കാൻ കുറച്ച് ട്രിക്ക് ഒക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഈ ലാറ്ററൽ റെക്ടസ് മസിൽ ആണ് റെസ്പോൺസിബിൾ ഫോർ അബ്ഡക്ടിങ് ദ ഐ. എന്താണ് ഈ അബ്ഡക്ടിങ് ദ ഐ എന്ന് പറയുക? അബ്ഡക്ടിങ് എന്ന് പറഞ്ഞാൽ അവേ ഫ്രം ദ മിഡ് ലൈൻ, നമ്മുടെ സെൻട്രലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനാണ്, പുറത്തേക്കുള്ള മൂവ്മെന്റിനാണ് നമ്മൾ അബ്ഡക്ഷൻ. എന്താണ്? ഇതിനെയാണ് നമ്മൾ അബ്ഡക്ഷൻ എന്ന് പറയുക. അടുത്തേക്ക് വരിക, സെൻട്രലിലേക്ക് വരുന്നതിന് നമ്മൾ അഡക്ഷൻ എന്ന് പറയും അല്ലെ? സോ അടുത്ത് അഡക്ഷൻ, അങ്ങനെ ഓർത്തിരുന്നാൽ മതിയെ. അപ്പൊ മൂവിങ് ഇറ്റ് ഔട്ട്വേർഡ് അവേ ഫ്രം ദ മിഡ് ലൈൻ, അതാണ് ലാറ്ററൽ റെക്ടസ് മസിലിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരിക. ഇറ്റ് ഈസ് ഇന്നോവേറ്റഡ് ബൈ 6th ക്രേനിയൽ നെർവ്, അതായത് നമ്മുടെ അബ്ഡൂസൻസ് നെർവ് ആണ് ലാറ്ററൽ റെക്ടസ് മസിലിനെ ഇന്നർവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡയഗ്രത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതാണ് നമ്മുടെ ലാറ്ററൽ റെക്ടസ് മസിൽ എന്ന് പറയുക. അതായത് നമ്മുടെ കണ്ണ് സൈഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മസിലാണ് ലാറ്ററൽ റെക്ടസ് മസിൽ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഓർത്തിരിക്കാൻ ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ലാസ്റ്റ് പറഞ്ഞുതരാം. സോ ഇത് നെക്സ്റ്റ് ഓപ്ഷൻ അനലൈസ് ചെയ്യാണ്. തേർഡ് ക്രേനിയൽ നെർവ്, അതായത് പേരെന്താണ്? ഒക്കുലോമോട്ടോർ നെർവ് എന്ത് ചെയ്യുന്നു? കൺട്രോൾസ് മോസ്റ്റ് ഓഫ് ദ എക്സ്ട്രാ ഒക്കുലാർ മസിൽസ് അല്ലെ? അതായത് സുപ്പീരിയർ റെക്ടസ്, ഇൻഫീരിയർ റെക്ടസ് കൂടാതെ മീഡിയൽ റെക്ടസ്, ഇൻഫീരിയർ ഒബ്ലിക്കിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഒക്കുലോമോട്ടോർ നെർവ് ആണ് എന്ന് ഓർക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? 4th ക്രേനിയൽ നെർവ് അല്ലേ? അതെന്താണ്? 4th ക്രേനിയൽ നെർവിന്റെ പേരെന്താണ്? ട്രോക്ലിയർ നെർവ് ആണ്. ഇന്നർവേറ്റ്സ് ദ സുപ്പീരിയർ ഒബ്ലിക് മസിൽ. സുപ്പീരിയർ ഒബ്ലിക് മസിൽ ഇന്നർവേറ്റ് ചെയ്യുന്നു, which helps with downward and inward movement of the eye അല്ലെ? നമ്മുടെ ഡൗൺവേർഡ് മൂവ്മെന്റ് കൂടാതെ
ഇൻവേർഡ് മൂവ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മസിൽ ഏതാണ്? ഈ സുപ്പീരിയർ ഒബ്ലിക്. ഈ സുപ്പീരിയർ ഒബ്ലിക് മസിൽ ആണ് നമ്മുടെ ഇൻവേർഡ് മൂവ്മെന്റ് ഓഫ് ദ ഐ കൂടാതെ ഡൗൺവേർഡ് മൂവ്മെന്റ് ഓഫ് ദ ഐക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഫോർത്ത് ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ട്രോക്ലിയർ നെർവ് സപ്ലൈ ചെയ്യുന്ന സുപ്പീരിയർ ഒബ്ലിക് മസിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇത് ഇപ്പം എല്ലാം കൂടെ കേട്ടപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇത് ഓർത്തിരിക്കാൻ ഒരു ചെറിയ ട്രിക്ക് ഒക്കെ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അതായത് LR6 കേട്ടോ, LR6 SO4 AO3 കേട്ടോ, LR6 SO4 AO3. സോ ഇങ്ങനെ ഒരു കോഡ് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ എഴുതാനായിട്ട് കഴിയും. അപ്പൊ എന്താണ് LR എന്ന് പറയുന്നത്? അതായത് ലാറ്ററൽ റെക്ടസ് മസിൽ അല്ലെ? അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ലാറ്ററൽ റെക്ടസ് മസിൽ സപ്ലൈ ചെയ്യുന്ന നെർവ് ഏതാണ്? 6th ക്രേനിയൽ നെർവ് ആയിട്ടുള്ള അബ്ഡൂസൻസ് നെർവ് ആണ്, അങ്ങനെ ഓർക്കുക. നെക്സ്റ്റ് SO4 നമ്മൾ പണ്ട് സൾഫ്യൂരിക് ആസിഡിന്റെ ഫോർമുലയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, H2SO4 എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ ഓർത്തിരുന്നാൽ മതി. ഇവിടെ LR6 ആണ് ആദ്യം, എന്നിട്ട് സെക്കൻഡ് വരുന്ന SO4. എന്താണ് SO? സുപ്പീരിയർ ഒബ്ലിക് മസിൽ ആണ്. ആരാ സപ്ലൈ ചെയ്യുന്നത്? ഫോർത്ത് ക്രേനിയൽ നെർവ് കേട്ടോ. നെക്സ്റ്റ് AO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൾ അതർ, അതായത് നമ്മുടെ കണ്ണിലെ ഓൾ അതർ മസിൽസിനെ സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ തേർഡ് ക്രേനിയൽ നെർവ് കേട്ടോ. തേർഡ് ക്രേനിയൽ നെർവിന്റെ പേര് എന്താണ്? ഒക്കുലോമോട്ടർ നെർവ് അല്ലെ? ഓൾഫാക്ടറി, ഓപ്റ്റിക്, ഒക്കുലോമോട്ടർ നെർവ് ആയിട്ടുള്ള തേർഡ് ക്രേനിയൽ നെർവാണ് ബാക്കിയുള്ള എല്ലാ മസിൽസിനെയും സപ്ലൈ ചെയ്യുന്നത്. സോ അങ്ങനെ തന്നെ ഓർത്തിരിക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്രേനിയൽ നെർവ്, അതെന്താണ്? പേരെന്താണ്? ട്രൈജെമിനൽ നെർവ്. ഇതിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ഓക്കുലർ ഐ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഐ മൂവ്മെന്റ്സിന് വലിയ റോളൊന്നും ഇവിടെ ഇല്ല. അതായത് ട്രൈജെമിനൽ നെർവ് ഇല്ല. എന്തിനാണ് ഇത് ഹെൽപ്പ് ചെയ്യുക? ഫേഷ്യൽ സെൻസേഷനും കൂടാതെ ച്യൂയിങ് അല്ലെങ്കിൽ മാസ്റ്റിക്കേഷനും ഒക്കെയാണ് നമ്മുടെ ഫിഫ്ത്ത് ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ട്രൈജെമിനൽ നെർവ് ഹെൽപ്പ് ചെയ്യുന്നത്. കൂടാതെ ഇതൊരു മിക്സഡ് ക്രേനിയൽ നെർവാണ്, അതായത് മോട്ടോർ സെൻസറി രണ്ട് ഫംഗ്ഷൻ ഉള്ള ഒരു ക്രേനിയൽ നെർവാണ് ഈ ഫിഫ്ത്ത് ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ട്രൈജെമിനൽ നെർവ് എന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റത്തിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ, അതായത് ടൈപ്സ് ഓഫ് ജോയിന്റ്. അവിടെ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു ഏരിയ ആണ് ഈ ടൈപ്സ് ഓഫ് ജോയിന്റ് എന്ന് പറയുന്നത്. ആസ് സച്ച് നമ്മുടെ മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് അല്ലെ? അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്ന വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹിഞ്ച് ജോയിന്റ് അല്ലെ? ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ഹിഞ്ച് ജോയിന്റിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ജോയിന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഹിഞ്ച് നമുക്ക് അറിയാലോ, നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന സംഭവമാണ് ഹിഞ്ച്. ഹിഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കഥകളിലേക്കുള്ള വിജാഗിരി എന്ന് നമ്മൾ പറയത്തില്ലേ, നമ്മുടെ കഥക് തുറക്കാനും അടയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ഈ ഒരു മൂവ്മെന്റ് അല്ലെ, ഈ ഒരു മൂവ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനത്തെയാണ് നമ്മൾ ഹിഞ്ചസ് എന്നൊക്കെ പറയുക അല്ലെ? സോ ഹിഞ്ച് മൂവ്മെന്റ് ഇവിടെ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ്? സോ ഓപ്ഷൻ എ എൽബോ ജോയിന്റ്, then B ഷോൾഡർ ജോയിന്റ്, C ഹിപ്പ് ജോയിന്റ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ്. അപ്പൊ ഇതിൽ ഏതാണ് ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുന്നത്? ഇതാണ് നമുക്ക് ഈ ഓപ്ഷൻ ബിയും സിയും നോക്കിക്കേ, ഇത് ഹിഞ്ച് ജോയിന്റ് ആണ്. അതായത് ഷോൾഡർ ജോയിന്റ് അല്ലെ? ഷോൾഡർ ജോയിന്റ് അതൊരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എന്നൊക്കെ പറയുന്ന ഒരു ജോയിന്റ് ആണല്ലേ? ഹിഞ്ച് ജോയിന്റും നമ്മുടെ ഷോൾഡർ ജോയിന്റും കൂടാതെ ഹിപ്പ് ജോയിന്റും ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഇതെല്ലാം ആക്ച്വലി സൈനോവിയൽ ജോയിന്റ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ഇത് രണ്ടും അല്ല, കാരണം ഇത് ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. ദെൻ ഡി ഓപ്ഷൻ എന്താണ്? അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ്. അത് ഹിഞ്ച് ജോയിന്റ് ആണോ? അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ് അറിയാലോ, നമ്മുടെ ഈ നെക്ക് അതായത് നമ്മുടെ ഹെഡ് നമ്മുടെ വേർട്ടിബ്ര ആയിട്ട് എന്താണ് ജോയിൻ ചെയ്യുന്ന ഈ ഒരു ജോയിന്റ് നമ്മൾ അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ് എന്ന് പറയുന്നത്, ബാക്കിലുള്ള ജോയിന്റ് അല്ലേ? സോ അതും ഒരു ഹിഞ്ച് ജോയിന്റ് അല്ല, കാരണം നമുക്ക് ഹിഞ്ച് ജോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ മൂവ്മെന്റ് അല്ല വേണ്ടത്, നമുക്ക് ഈ ഒരു മൂവ്മെന്റാ വേണ്ടത് അല്ലേ? അപ്പം ഹിഞ്ച് ജോയിന്റ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? എൽബോ ജോയിന്റ് ആണ് ഈ ഹിഞ്ച് ജോയിന്റിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുക. അപ്പം ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞുതരാം, ഇതൊക്കെ ഓർത്തിരിക്കാൻ ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഹിഞ്ച് ജോയിന്റ് ടൈപ്പ് ഓഫ് സൈനോവിയൽ ജോയിന്റ് ആണ്. അലോസ് മൂവ്മെന്റ് പ്രൈമർലി ഇൻ വൺ പ്ലെയിൻ, ഒറ്റ പ്ലെയിനിൽ മാത്രമേ മൂവ്മെന്റ് ഉള്ളൂ. അതായത് ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ, ഈ രണ്ട് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒറ്റ പ്ലെയിനിലേക്കുള്ള രണ്ട് മൂവ്മെന്റ് മാത്രമേ നമ്മുടെ ഹിഞ്ച് ജോയിന്റ് കൊടുക്കുന്നുള്ളൂ. സോ ഇതാണ് നമ്മുടെ എൽബോ ജോയിന്റ്, ഇതാണ് ഹിഞ്ചസ് എന്ന് ഞാൻ പറഞ്ഞ കാര്യം. അപ്പൊ എന്താണ്? ഒറ്റ പ്ലെയിനിലുള്ള ഈ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ മൂവ്മെന്റ് മാത്രമേ പെർമിറ്റ് ചെയ്യുന്നുള്ളൂ ആരെ? ഈ എൽബോ. അതുകൊണ്ടാണ് ഇതിന് നമ്മുടെ ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുക കേട്ടോ. അപ്പൊ ഞാൻ ട്രിക്ക് പറഞ്ഞില്ല, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സാധാരണ എക്സാമിനൊക്കെ ചോദിക്കുന്ന ജോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അപ്പർ ലിംസിലെ ജോയിന്റിൽ നിന്നാണ് സാധാരണ ക്വസ്റ്റ്യൻസ് വരിക. കാരണം നമുക്ക്
ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഹിപ്പ് ജോയിന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, അത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണെന്നൊക്കെ അറിയാം. അപ്പൊ സാധാരണ ഈ അപ്പർ ലിംസിലെ ജോയിന്റ്സ് ആണ് എക്സാമിന് ചോദിക്കുക, അതിന്റെ പേരാണ് ചോദിക്കുക. അപ്പം ഞാനൊരു കോഡ് പറഞ്ഞുതരാം, അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. കോഡ് ഇതാണ്. കോഡ് വളരെ സിമ്പിൾ ആണ്. HEEH ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. HEEH, അതായത് രണ്ട് അറ്റത്തും H, നടുക്ക് 2 E അല്ലെ. അപ്പം HEEH. അപ്പം വേണ്ടേ ഹിഞ്ച് ജോയിന്റ് അല്ലെ. അപ്പം H എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിഞ്ച് ആണെന്ന് ഓർക്കുക. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിപ്സോയിഡ് ആണെന്ന് ഓർക്കുക. എലിപ്സോയിഡ് അല്ലെങ്കിൽ കോണ്ടൈലോയിഡ് കേട്ടോ. അതായത് ഇയും സിയും ഒക്കെ ഒരുപോലെ അല്ല, സി അല്ലെ, ഏകദേശം ഒരുപോലെ അല്ല. അപ്പം എലിപ്സോയിഡ് അല്ലെങ്കിൽ കോണ്ടൈലോയിഡ് ആണെന്ന് ഓർക്കുക. H ഹിഞ്ച് ജോയിന്റ് ആണെന്ന് ഓർക്കുക. അപ്പൊ തന്നെ H ഇങ്ങനെ ഈ ഓർഡറിൽ ഓർത്തിരിക്കണം കേട്ടോ. HEEH ഇങ്ങനെ ഓർത്തിരിക്കുക. അതായത് ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട്, നമ്മുടെ എൽബോ ജോയിന്റ് H ആണ്. ഇതെന്താണ്ട് നമുക്ക് റെസ്റ്റിൽ ഒരു ജോയിന്റ് ഉണ്ട് അല്ലെ, ഇതെന്താണ്, ഇത് E ആണ്. പിന്നെ നമ്മൾ അതിന് പറയുന്ന പേര് മെറ്റാകാർപ്പോ ഫെലാഞ്ചൽ ജോയിന്റ് എന്നാണ് പറയുക, ഈ ജോയിന്റ് കേട്ടോ. തമ്പിന് അങ്ങ് വിട്ടേക്കാം, തമ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു തരാവേ. സോ മെറ്റാകാർപ്പോ ഫെലാഞ്ചൽ ജോയിന്റ്, ഇതും എന്താണ്, E ആണെന്ന് ഓർത്തിരിക്കുക. ലാസ്റ്റ് വരുന്നുണ്ട് എന്താണ്, നമ്മുടെ ഇന്റർ ഫെലഞ്ചൽ ജോയിന്റ് അല്ലെ. അതായത് ഈ ഫെലൻസിന് ഇടയിൽ, ഇതിന് ഫെലങ്സ് എന്നാ പറയുക, ഫെലങ്സിന് ഇടയിലുള്ള ജോയിന്റ്സിനാണ് നമ്മൾ ഇന്റർ ഫെലഞ്ചൽ ജോയിന്റ് എന്ന് പറയുക. ഇത് H ആണ്. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക. അപ്പൊ എൽബോ ജോയിന്റ് എന്താണ്, ഹിഞ്ച് ജോയിന്റിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് നമ്മുടെ റെസ്റ്റ് ജോയിന്റ് ഏതാണ്, എലിപ്സോയിഡ് അല്ലെങ്കിൽ കോണ്ടൈലോയിഡ് ജോയിന്റിന് എക്സാമ്പിൾ ആണ്. ദെൻ അഗെയിൻ നമ്മുടെ മെറ്റാകാർപ്പോ ഫെലാഞ്ചൽ ജോയിന്റ് അല്ലെ. മെറ്റാകാർപ്പോ ഫെലാഞ്ചൽ ജോയിന്റ് എന്താണ്, അഗെയിൻ എലിപ്സോയിഡ് അല്ലെങ്കിൽ കോണ്ടൈലോയിഡ് ജോയിന്റിന് എക്സാമ്പിൾ ആണ്. ദെൻ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്റർ ഫെലാഞ്ചൽ ജോയിന്റ് അല്ലെ. അതായത് ഓരോ ഫെലാങ്സിനും ഇടയ്ക്കുള്ള ജോയിന്റ്, ഇന്റർ ഫെലാഞ്ചൽ ജോയിന്റ് എന്താണ്, ഹിഞ്ച് ജോയിന്റിന് എക്സാമ്പിൾ ആണ്. ഹിഞ്ച് ജോയിന്റ് ഈ ഒറ്റ പ്ലെയിനിലുള്ള ഈ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ മൂവ്മെന്റ് മാത്രമേ നടക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് അത് ഹിഞ്ച് ജോയിന്റ് എന്ന് പറയുക. ഇനി മറന്നു പോകും HEEH. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മുടെ തമ്പിന്റെ കാര്യം അല്ലെ. തമ്പ് ആക്ച്വലി ഒരു സാഡിൽ ജോയിന്റിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അതായത് തമ്പ് വരുന്നത് ഒരു സാഡിൽ ജോയിന്റിന് എക്സാമ്പിൾ ആണ്. കാരണം എന്താണ്, ഈ തമ്പ് ഇവിടെ ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു പരിധി പറഞ്ഞാല് ഈ ഒരു റൊട്ടേഷൻ മൂവ്മെന്റ് ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒരു സാഡിൽ ജോയിന്റിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി നമ്മള് ഫോർത്ത് ഓപ്ഷൻ എന്തായിരുന്നു, അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ് അല്ലെ. അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ് ആയിരുന്നു നമ്മുടെ ഫോർത്ത് ഓപ്ഷൻ ആയിട്ട് വന്നത്. അതെന്ത് ജോയിന്റിന്റെ എക്സാമ്പിൾ ആണ്, അതൊരു പിവോട്ട് ജോയിന്റ്. അതായത് നമുക്ക് ഇങ്ങനെ കറക്കാൻ പറ്റും, നമ്മുടെ തല വേണ്ട നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കാൻ പറ്റില്ല, അല്ല ഫുള്ള് റൊട്ടേഷൻ പറ്റുന്നില്ല, പക്ഷെ ഇങ്ങനെ കറക്കി എടുക്കാൻ പറ്റും. സോ അതിനാണ് നമ്മൾ പിവോട്ട് ജോയിന്റ് എന്ന് പറയുക. അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ് ഒരു പിവോട്ട് ജോയിന്റിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇനി മറക്കത്തില്ലല്ലോ, സാധാരണ ഇവിടെ നിന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ. HEEH അങ്ങനെ തന്നെ ഓർത്തിരിക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽസ് സെക്രീറ്റ് പൾമിനറി സർഫാക്റ്റന്റ്? റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നമ്മുടെ റെഗുലർ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഒക്കെ, എന്താണ് സാർ നമ്മൾ ഈ അനാട്ടമിയൊക്കെ ഇത്ര ഡെപ്തിൽ പഠിക്കണോ, ഇതൊക്കെ ഇങ്ങനെ ചോദിക്കൂ എന്നൊക്കെ കണ്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാല്ലേ, അനാട്ടമിയൊക്കെ നമ്മൾ ഡെപ്തിൽ തന്നെ പഠിക്കണം, അവിടെ നിന്ന് കുറച്ച് ഡെപ്തിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. കൂടാതെ നമ്മുടെ റാങ്ക് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ അനാട്ടമിയിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കാരണം ഈ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും എഴുതാനായിട്ട് കഴിയും. അതേസമയം വളരെ നല്ല രീതിയിൽ തയ്യാറെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അനാട്ടമിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതൊക്കെ ആയിരിക്കും നമ്മുടെ റാങ്കും ഡിറ്റർമിൻ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽസ് സെക്രീറ്റ് പൾമിനറി സർഫാക്റ്റന്റ് അല്ലെ. പൾമിനറി സർഫാക്റ്റന്റ് അറിയാല്ലേ നമുക്ക്, എന്താണ്, നമ്മുടെ ലങ്സിലെ ആൽവിയോളൈ കൊളാപ്സ്, ആൽവിയോളയുടെ കൊളാപ്സ് പ്രിവെന്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഈ സർഫാക്റ്റന്റ് എന്ന് പറയുന്നത്. അതൊരു ഫോസ്ഫോലിപ്പിഡ് ആണ് അല്ലെ, ഒരു ഫോസ്ഫോലിപ്പിഡ് ആണ് ഈ സർഫാക്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സർഫാക്റ്റന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില സെൽസ് ഉണ്ട്. അപ്പൊ ഏത് സെൽസ് ആണ് സർഫാക്റ്റന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സോ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് ടൈപ്പ് 1 ആൽവിയോളാർ സെൽസ് ആണ്, ബി ടൈപ്പ് 2 ആൽവിയോളാർ സെൽസ് ആണ്, സി ടൈപ്പ് 3, then D ടൈപ്പ് 4 ആൽവിയോളാർ സെൽസ്. അപ്പൊ ഇതിൽ ഏതാണ് ഈ സർഫാക്റ്റന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പറഞ്ഞോളൂ. വളരെ സിമ്പിൾ ആണല്ലേ. സോ ഓപ്ഷൻ ബി, അതായത് ടൈപ്പ് 2 ആൽവിയോളാർ സെൽസ് ആണ് സർഫാക്റ്റന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ബാക്കിയുള്ള സെൽസിനെയും കൂടെ ഒന്ന് പഠിച്ചു പോകാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു പോകും. അതായത് ആൽവിയോളയുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകും. ആൽവിയോള എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ പറയുന്ന സ്ഥലത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. സോ
പൾമിനറി സർഫാക്ടന്റ് എന്താണ്? അതൊരു ലിപ്പോപ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു ലിപ്പിഡ് പ്രോട്ടീൻ സബ്സ്റ്റൻസ് ആണ് ദാറ്റ് റെഡ്യൂസ് ദ സർഫസ് ടെൻഷൻ വിത്തിൻ ദ ആൽവിയോളൈ. നമ്മുടെ ആൽവിയോളയുടെ അകത്തുള്ള സർഫസ് ടെൻഷൻ കുറയ്ക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ പൾമിനറി സർഫാക്ടന്റ് എന്ന് പറയുന്നത്. ദിസ് പ്രിവെന്റ്സ് ദ ലങ് കൊളാപ്സ് ഡ്യൂറിംഗ് എക്സലേഷൻ. അതായത് എക്സലേഷൻ സമയത്ത്, ഇൻഹലേഷൻ സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ആൽവിയോളൈ ഇങ്ങനെ വികസിക്കും അല്ലെ. എക്സലേഷൻ സമയത്ത് അത് ഇങ്ങനെ ചുരുങ്ങിപ്പോകും. അപ്പോൾ അത് ചുരുങ്ങിയാലും അത് ഈ ഒരു ലെവലിൽ നിൽക്കും, പിന്നെ അത് അങ്ങോട്ട് ചുരുങ്ങത്തില്ല. അതിനാണ് പിന്നെ അങ്ങോട്ട് ചുരുങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് നിവർന്നു വരാൻ പാടാണ്. സോ അത് അതായത് ഫുള്ളായിട്ട് കൺസ്ട്രിക്റ്റ് ആയി പോകുന്ന അല്ലെങ്കിൽ ചുരുങ്ങി പോകുന്നതിനാണ് നമ്മൾ കൊളാപ്സ് ഓഫ് ലങ് ആൽവിയോളി എന്ന് പറയുക. സോ ആ കൊളാപ്സിനെ പ്രിവെന്റ് ചെയ്യുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ പൾമിനറി സർഫാക്ടന്റ് ചെയ്യുന്നത്. ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടൈപ്പ് 2 ആൽവിയോളാർ സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സെക്രീറ്റഡ് ബൈ ആരാണ്? ടൈപ്പ് 2 ആൽവിയോളാർ സെൽസ്. ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ ഇവിടെ നിന്ന് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. നമ്മുടെ ലെസിത്തിൻ സ്ഫിങ്കോമൈലിൻ റേഷ്യോ അല്ലെ. ലെസിത്തിൻ നമ്മൾ അത് കൂടുതലും നമ്മുടെ പീഡിയാട്രിക്സിലും OG-യിലും ഒക്കെയാണ് പഠിക്കുക അല്ലെ. ലെസിത്തിൻ സ്ഫിങ്കോമൈലിൻ റേഷ്യോ എത്രയാണ്? നോർമൽ എന്ന് പറയുന്നത് 2:1 ആണ് അല്ലെ. സോ അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലങ്സില് സർഫാക്ടന്റ് ഉണ്ടോ ഇല്ലോ എന്നൊക്കെ അറിയാനുള്ള ടെസ്റ്റ് ആണ് ലെസിത്തിൻ സ്ഫിങ്കോമൈലിൻ ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ റേഷ്യോ നോക്കിയിട്ട് നമ്മൾ പറയും അല്ലെ. അതായത് ലങ് മെച്യൂരിറ്റി ആയിട്ടുണ്ടോ എന്ന് അറിയാനാണ്. സോ ടൈപ്പ് 1 ആൽവിയോളാർ സെൽസ് എന്താണ്? അത് തിൻ ഫ്ലാറ്റ് സെൽസ് ആണ്, റെസ്പോൺസിബിൾ ഫോർ ഗ്യാസ് എക്സ്ചേഞ്ച് കേട്ടോ. അതായത് നമ്മുടെ ലങ്സിൽ അല്ലെങ്കിൽ ലങ് ആൽവിയോളയില് ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് ടൈപ്പ് 1 ആൽവിയോളാർ സെൽസ് എന്ന് പറയുന്നത്. ഫോംസ് ദ ആൽവിയോളാർ വാൾ facilitating the diffusion of oxygen and CO2 between air and blood. അതായത് നമ്മുടെ ഡിഫ്യൂഷൻ, അതായത് എയറും ബ്ലഡും തമ്മിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് ടൈപ്പ് 1 ആൽവിയോളാർ സെൽസ്. ചോദിക്കുകയെ അതായത് ഗ്യാസ് എക്സ്ചേഞ്ചിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സെൽസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ടൈപ്പ് 1 ആൽവിയോളാർ സെൽസ് കേട്ടോ. ആൽവിയോളാർ സെൽസ് then covers 95% of the alveolar surface കേട്ടോ. അതായത് 95% of the alveolar surface കവർ ചെയ്യുന്നത് ആരാണ്? ടൈപ്പ് 1 ആൽവിയോളാർ സെൽസ് ആണ് എന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ് നമ്മൾ ടൈപ്പ് 2 ആൽവിയോളാർ സെൽസ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ക്യൂബോയിഡൽ ഷേപ്ഡ് സെൽസ് ആണ് കേട്ടോ. ടൈപ്പ് 2 ആൽവിയോളാർ സെൽസ് എന്താണ്? ക്യൂബോയിഡൽ ഷേപ്ഡ് സെൽസ് ആണ്. ചോദിക്കാം കേട്ടോ, ഇതൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റിൽ ചോദിക്കാം. ക്യൂബോയിഡൽ ഷേപ്ഡ് സെൽസ് ആണ് ടൈപ്പ് 2 ആൽവിയോളാർ സെൽസ്. കൂടാതെ സെക്രീഷൻ ഓഫ് പൾമിനറി സർഫാക്ടന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മൂന്നാമത്തേത് ആൽവിയോളാർ റിപ്പയർ ആൻഡ് റീജനറേഷൻ. അതായത് നമ്മുടെ ആൽവിയോളാർ സെൽസില് എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ, ടെമ്പററി ആയിട്ട് എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പയറിനും കൂടാതെ റീജനറേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് ടൈപ്പ് 2 ആൽവിയോളാർ സെൽസ്. കൂടാതെ ഇതില് ആക്ച്വലി ടൈപ്പ് 2 ആൽവിയോളാർ സെൽസിലെ പ്രോജനേറ്റർ സെൽസും കൂടെ ഉണ്ട് കേട്ടോ. പ്രോജനേറ്റർ സെൽസ് എന്താണ് ഈ പ്രോജനേറ്റർ സെൽസ് എന്ന് പറയുക? അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ സെൽസ് ഡിസ്ട്രോയ് ആയി കഴിഞ്ഞാലും പുതുതായിട്ട് ഫോം ചെയ്യാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സെൽസ് ആണ് ടൈപ്പ് 2 ആൽവിയോളാർ സെൽസ്. അപ്പം സപ്പോസ് നമ്മുടെ ടൈപ്പ് 1 ആൽവിയോളാർ സെൽസ് എന്താണ്? നമ്മുടെ ഗ്യാസ് എക്സ്ചേഞ്ചിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് ടൈപ്പ് 1 ആൽവിയോളാർ സെൽസ് അല്ലേ. സോ ടൈപ്പ് 1 ആൽവിയോളാർ സെൽസ് ഇൻ കേസ് ഡിസ്ട്രോയ് ആയി പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ടൈപ്പ് 2 ആൽവിയോളാർ സെൽസ് ഉള്ളിടത്തോളം പാർട്ട്ലി ഒരു റീജനറേഷൻ ഓഫ് ദ ടൈപ്പ് 1 ആൽവിയോളാർ സെൽസ് നടക്കുന്നുണ്ട് ഈ ടൈപ്പ് 2 ആൽവിയോളാർ സെൽസിലൂടെ. കാരണം എന്താണ്? ടൈപ്പ് 2 ആൽവിയോളാർ സെൽസിന് പ്രോജനേറ്റർ സെൽസ് അല്ലെങ്കിൽ സ്റ്റെം സെൽസ് എന്ന് പറയുന്ന സെൽസ് ഉണ്ട്, അതിന്റെ കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. അപ്പം ഓർത്തിരിക്കുക, ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? ആൽവിയോളാർ മാക്രോഫേജസ്. നെക്സ്റ്റ് ഓപ്ഷൻ അല്ല, ആൽവിയോളാർ മാക്രോഫേജസ് ഒരു ടൈപ്പ് സെല്ലാണ്. നമ്മുടെ ആൽവിയോളയിലുള്ള ഒരു ടൈപ്പ് സെല്ലാണ് ആൽവിയോളാർ മാക്രോഫേജസ്. അതിന്റെ വേറൊരു പേരുണ്ട് ഡസ്റ്റ് സെൽസ് എന്ന് പറയും കേട്ടോ. ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? മാക്രോഫേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലേ. അതായത് നമ്മുടെ സെൽ ഡെബ്രീസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്ന അല്ലെങ്കിൽ പാത്തോജൻസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്ന, റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സെൽസിനാണ് നമ്മൾ മാക്രോഫേജസ് എന്ന് പറയുക. അപ്പം എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? എൻഗൾഫ് ചെയ്യുക, then remove dust, pathogens and cellular debris കേട്ടോ. അതായത് നമ്മുടെ ഡസ്റ്റ്, പാത്തോജൻസ്, സെല്ലുലാർ ഡെബ്രീസിനെയൊക്കെ എന്ത് ചെയ്യുക? എൻഗൾഫ് ചെയ്യുക, റിമൂവ് ചെയ്യുക. എങ്ങനെയാണ്? ഫാഗോസൈറ്റോസിസിലൂടെ ഇതിനൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ആൽവിയോളാർ മാക്രോഫേജസിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരിക. കൂടാതെ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ എ സ്റ്റെറൈൽ എൻവയോൺമെന്റ് ഇൻ ദ ലങ്സ് കേട്ടോ. നമ്മുടെ ലങ്സിൽ ഒരു സ്റ്റെറൈൽ എൻവയോൺമെന്റ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെൽസ് ആണ് ഈ ആൽവിയോളാർ മാക്രോഫേജസ് എന്ന് പറയുന്നത്. വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ
പോർസ് ഓഫ് കുൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോർ കൂടെ ഉണ്ട് നമ്മുടെ ആൽവിയോളാർ സെൽസിൽ കേട്ടോ. എന്തായിരുന്നു പേര്? പോർസ് ഓഫ് കുൻ. ചോദിക്കാം കേട്ടോ, പോർസ് ഓഫ് കുൻ എവിടെ കാണുന്നു ചോദിക്കാം. നമ്മുടെ ലങ് ആൽവിയോളയിലാണ് കാണുക. എന്താണിത്? സ്മോൾ ഇന്റർ ആൽവിയോളാർ ഓപ്പണിംഗ് ആണ്. അതായത് ചെറിയ ഈ ആൽവിയോളയ്ക്ക് ഇടയിലുള്ള, ഇത് സപ്പോസ് ഇതാണ് ഇപ്പൊ ഒരു ആൽവിയോളയാണ്, ഇതൊരു ആൽവിയോളയാണ്. രണ്ട് ആൽവിയോളയ്ക്ക് ഇടയിലൂടെയുള്ള ഒരു ഓപ്പണിംഗിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർ ആൽവിയോളാർ ഓപ്പണിംഗ് എന്ന് പറയുക. അപ്പൊ സ്മോൾ ഇന്റർ ആൽവിയോളാർ ഓപ്പണിംഗ് ദാറ്റ് കണക്ട് അഡ്ജസന്റ് ആൽവിയോളൈ ഇൻ ദ ലങ്സ്. നമ്മുടെ ഓരോ ആൽവിയോളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പോറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പോർസ് ഓഫ് കുൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കൊളാട്രൽ വെന്റിലേഷൻ. എന്താണ് കൊളാട്രൽ വെന്റിലേഷൻ? അലോ എയർ ടു പാസ് ബിറ്റ്വീൻ ദ ആൽവിയോളൈ ഹെൽപ്പിംഗ് ടു ഈക്വലൈസ് എയർ പ്രഷർ ആൻഡ് മെയിൻറ്റെയിൻ എയറേഷൻ. അതായത് ഈ കൊളാട്രൽ വെന്റിലേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പോർസ് ഓഫ് കുൻ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തോണെ, എക്സാമിന് ചോദിക്കാം. ഇതുവരെ അത് ചോദിച്ചിട്ടില്ല, പക്ഷെ ഇനി ചോദിക്കാം കേട്ടോ. വളരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ഈ പോർസ് ഓഫ് കുൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇനി അടുത്ത് നമ്മൾ ഒഫ്താൽമോളജി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ വിച്ച് ഓഫ് ദ, ഇത് ആക്ച്വലി ഞാൻ പഴയ ക്വസ്റ്റ്യൻ അതിന്റെ എ സീരീസ് അതേപടി എടുത്താണ്, ഞാനല്ലാതെ സെലക്ട് ചെയ്ത് എടുത്ത ക്വസ്റ്റ്യൻസ് അല്ല, ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോട്ടോ റിസപ്റ്റേഴ്സ് ഹെൽപ്പ് ഇൻ ബ്രൈറ്റ് ലൈറ്റ് വിഷൻ. അതായത് നമ്മുടെ കണ്ണില് കുറെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ, അതായത് റിസപ്റ്റീവ് പിഗ്മെന്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ. സോ ഇതില് ഈ ബ്രൈറ്റ് ലൈറ്റ് വിഷൻ കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ബ്രൈറ്റ് ലൈറ്റ് വിഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സ് ഏതാണ്? ഓപ്ഷൻ എ റോഡ്സ്, ബി കോൺസ്, ഓപ്ഷൻ സി പോൺസ്, ഓപ്ഷൻ ഡി ഓപ്സിൻ. ഇതിൽ ഏതാണ് നമ്മുടെ ബ്രൈറ്റ് ലൈറ്റ് വിഷന് ഹെൽപ്പ് ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആണ്, നമ്മൾ സ്കൂൾ ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ ബി കോൺസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അല്ലേ. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത്? ഈ ക്വസ്റ്റ്യൻ അല്ല, ഈ ഏരിയ, ഇവിടെ നിന്ന് ഈ ഫോട്ടോ റിസപ്റ്റേഴ്സ്, പിഗ്മെന്റ്സ് എന്നൊക്കെ ഉള്ള പറയുന്ന ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്, കോൺസ് ആണ്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. സോ ഔട്ടർ ലെയർ ഓഫ് റെറ്റിന കണ്ടെയ്ൻ 2 types ഓഫ് ഫോട്ടോ റിസപ്റ്റർ സെൽസ്. അതായത് ഫോട്ടോ റിസപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈറ്റ് ആണ് അല്ലെ. ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ആണ്. റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിനെ റിസീവ് ചെയ്യുന്നു. സോ 2 ടൈപ്പ് ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഉണ്ട്. എന്തൊക്കെയാണ്? റോഡ്സും കോൺസും അല്ലെ. റോഡ്സും കോൺസും. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരുന്നു കേട്ടോ. ഈച്ച് റെറ്റിന ഹാസ് എത്രയാണ്? 6 million കോൺ സെൽസ് കേട്ടോ. 60 million കോൺ സെൽസ് ഉണ്ട്. കൂടാതെ 120 million റോഡ് സെൽസ്, 120 million റോഡ് സെൽസും ഉണ്ട്. എന്താണ്? ഓരോ റെറ്റിനയ്ക്കും കേട്ടോ. 6 million കോൺ സെൽസും 120 million റോഡ് സെൽസും. ഇവിടെ ഓർക്കേണ്ട കാര്യം റോഡ് സെൽസ് ആണ് കൂടുതൽ എന്ന് ഓർക്കുക കേട്ടോ. 6ഉം 120 ആണ് കേട്ടോ. 6ഉം 120ഉം റോഡ് സെൽസ് ആണ് കൂടുതൽ എന്ന് ഓർക്കുക. അപ്പം റോഡ്സ് നമ്മൾ ഇനി പഠിക്കുന്നത് റോഡ്സിനെ കുറിച്ചാണ്. എന്താണ് റോഡ്സ്? റോഡ്സ് കണ്ടെയ്ൻ എ സിംഗിൾ ടൈപ്പ് ഓഫ് ഫോട്ടോ പിഗ്മെന്റ് കേട്ടോ. ഒരു സിംഗിൾ ടൈപ്പ് ഫോട്ടോ പിഗ്മെന്റ് ഉണ്ട് നമ്മുടെ റോഡ്സിൽ. എന്താണ് അതിന്റെ പേര്? റോഡോപ്സിൻ കേട്ടോ. അതിന്റെ പേര് എന്താണ്? റോഡോപ്സിൻ. റോഡോപ്സിൻ ആർ എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു ലൈറ്റ്. അതായത് ലൈറ്റില് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പിഗ്മെന്റ്സ് ആണ് റോഡോപ്സിൻ എന്ന് പറയുന്നത്. റെസ്പോണ്ട് ഇൻ ഡിം ലൈറ്റ് കേട്ടോ. നമ്മുടെ ഡിം ലൈറ്റില് റെസ്പോണ്ട് ചെയ്യുന്നത് ആരാണ്? റോഡ്സ് ആണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന പിഗ്മെന്റ് ആണ് റോഡോപ്സിൻ എന്ന് പറയുന്നത് കേട്ടോ. റോഡോപ്സിൻ എന്ന് പറയുന്നത്. കഴിഞ്ഞില്ല, റോഡ്സിലെ റോഡോപ്സിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം റോഡോപ്സിൻ അല്ലെ. സോ ഫോട്ടോ പിഗ്മെന്റ് മെയ്ഡ് അപ്പ് ഓഫ് ഓപ്സിൻ കേട്ടോ. ഓപ്സിൻ എന്താണ്? ഒരു പ്രോട്ടീൻ ആണ്. കൂടാതെ റെറ്റിനാൽ ഉണ്ട്. റെറ്റിനാൽ എന്താണ്? ഫോം ഓഫ് വൈറ്റമിൻ എ കേട്ടോ. അതായത് നമ്മുടെ റോഡ്സിൽ എന്തൊക്കെയുണ്ട്? ഓപ്സിൻ ഉണ്ട്, അതൊരു പ്രോട്ടീൻ ആണ്. കൂടാതെ റെറ്റിനാൽ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്റ്റൻസ് കൂടെ ഉണ്ട്, അത് വൈറ്റമിൻ എയുടെ ഒരു ഫോം ആണ്. സോ വെൻ ലൈറ്റ് ഹിറ്റ്സ് റോഡോപ്സിൻ, ലൈറ്റ് വന്നിട്ട് റോഡോപ്സിനിൽ ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് ട്രിഗേഴ്സ് എ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഇതൊരു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, അതായത് ലൈറ്റും കെമിക്കലും ആയിട്ടുള്ള റിയാക്ഷൻ ട്രിഗർ ചെയ്യുന്നു. അലോവിങ് വിഷൻ ഇൻ ഡിം ലൈറ്റ് കണ്ടീഷൻസ്. അതുകൊണ്ടാണ് നമുക്ക് ഡിം ലൈറ്റില് വിഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? റോഡ്സ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. കൂടാതെ വിത്തൗട്ട് സഫീഷ്യന്റ് വൈറ്റമിൻ എ റോഡോപ്സിൻ കനോട്ട് റീജനറേറ്റ് പ്രോപ്പർലി ലീഡിങ് ടു നൈറ്റ് വിഷൻ പ്രോബ്ലംസ്. അതായത് പ്രോപ്പറായിട്ട് നമുക്ക് നമ്മൾ പ്രോപ്പറായിട്ട് വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വൈറ്റമിൻ എ പ്രോപ്പറായിട്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ റോഡോപ്സിൻ പ്രോപ്പറായിട്ട്
ഫോം ചെയ്തു വരുന്നില്ല കേട്ടോ, ആവശ്യത്തിന് റോഡോപ്സിൻ ഫോം ആയി വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത് നൈറ്റ് വിഷൻ പ്രോബ്ലംസിലേക്ക്, അതായത് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറയുന്ന ഡിസീസ് കണ്ടീഷനിലേക്ക് നയിക്കും എന്നാണ് പറയുക. നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് വേറൊരു പേരുണ്ട്, എന്താണ് അത്? നിക്ടലോപ്പിയ എന്ന് പറയും കേട്ടോ, നിക്ടലോപ്പിയ കേട്ടോ, നിക്ടലോപ്പിയ ആണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് വേറൊരു പേര് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, അപ്പം എന്താണ്, നമ്മുടെ വൈറ്റമിൻ എ കുറവാണ് എങ്കിൽ അത് നൈറ്റ് ബ്ലൈൻഡ്നെസ്സിലേക്ക് എത്തിക്കും. അപ്പൊ അതിന് എന്താണ് അതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക? നമ്മൾ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കണം. അപ്പം രണ്ട് തരത്തിലുള്ള സോഴ്സസ് ഉണ്ട് വൈറ്റമിൻ എക്ക്. ഒന്ന് അനിമൽ സോഴ്സസ്, രണ്ടാമത്തേത് പ്ലാന്റ് സോഴ്സസ്. അപ്പം അനിമൽ സോഴ്സസ് പറയുക ലിവർ, ഫിഷ്, then egg yolk, dairy products. ഇതൊക്കെ അനിമൽ സോഴ്സസ് ആണ് വൈറ്റമിൻ എ റിച്ച് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പ്ലാന്റ് സോഴ്സസ് ആണ്. എന്താണ് പ്ലാന്റ് സോഴ്സസിൽ വരുന്നത്? ബീറ്റാ കരോട്ടിൻ ആണ് വരുന്നത്. അത് വൈറ്റമിൻ എയുടെ പ്രിക്കേഴ്സർ ആണ്. അതായത് വൈറ്റമിൻ എക്ക് മുന്നേ ഫോം ചെയ്യുന്നതാണ് ബീറ്റാ കരോട്ടിൻ. ബീറ്റാ കരോട്ടിൻ ഫോം ചെയ്തതിന് ശേഷമായിരിക്കും അതിൽ നിന്നായിരിക്കും വൈറ്റമിനെ ഫോം ചെയ്യുക. അപ്പൊ പ്ലാന്റ് സോഴ്സസ് ഏതൊക്കെയാണ്? ക്യാരറ്റ് ഉണ്ട്, കൂടാതെ സ്വീറ്റ് പൊട്ടറ്റോ, സ്പിനാച്ച്, മാംഗോസ്, ഇതെല്ലാം വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള പ്ലാന്റ് സോഴ്സസ് ആണ് കേട്ടോ. അപ്പം ഇതും ഓർത്തിരിക്കുക. ഇവിടെ നിന്നും ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതായിരുന്നു കോൺസ്. നമ്മൾ റോഡ്സ് പഠിച്ചു അല്ലെ, റോഡ്സ് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് കോൺസ് ആണ്. സോ കോൺസ് ആർ സെൻസിറ്റീവ് ടു ബ്രൈറ്റ് ലൈറ്റ്. അറിയാലേ, നമ്മുടെ ബ്രൈറ്റ് ലൈറ്റില് സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് കോൺസ്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. സോ കോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ വിഷൻ ഇൻ ബ്രൈറ്റ് ലൈറ്റ് കേട്ടോ. ബ്രൈറ്റ് ലൈറ്റ് വിഷനെ ഹെൽപ്പ് ചെയ്യുന്നത് കോൺസ് ആണ്. കൂടാതെ വിഷ്വൽ അക്യൂറ്റി അല്ലെങ്കിൽ അക്യൂറ്റി ഓഫ് വിഷൻ, അതായത് ഷാർപ്പർ ആയിട്ടുള്ള വിഷൻ കേട്ടോ, ഷാർപ്പർ ആയിട്ടുള്ള വിഷൻ, ക്ലിയർ ആയിട്ടുള്ള വിഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കോണാണ്. അതായത് ഷാർപ്നെസ് ഓഫ് വിഷന്, പിന്നെ കൂടാതെ ക്ലിയർ ആയിട്ടുള്ള വിഷനെ ഹെൽപ്പ് ചെയ്യുന്നത് കോൺസ് ആണ്. കൂടാതെ കളർ വിഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കോൺസ് ആണ് എന്ന് ഓർക്കുക കേട്ടോ, കോൺസ് ആണ് എന്ന് ഓർക്കുക. നെക്സ്റ്റ്, നമ്മുടെ കോണില് 3 തരത്തിലുള്ള ഫോട്ടോ പിഗ്മെന്റ്സ് ഉണ്ട് കേട്ടോ. കോൺ സെൽസില് 3 തരത്തിലുള്ള ഫോട്ടോ പിഗ്മെന്റ്സ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. അതായത് 3 തരത്തിലുള്ള ഉണ്ട്. ഒന്ന് പോർഫൈറോപ്സിൻ കേട്ടോ, ഒന്നാമത്തെ എന്താണ്? പോർഫൈറോപ്സിൻ, രണ്ടാമത്തേത് ഐഡോപ്സിൻ, മൂന്നാമത്തേത് സൈനോപ്സിൻ. ഇങ്ങനെ 3 തരത്തിലുള്ള ഫോട്ടോ പിഗ്മെന്റ്സ് ഉണ്ട്. എവിടെയാണ്? നമ്മുടെ കോൺ സെൽസിൽ. നമ്മുടെ കോൺ സെൽസിൽ 3 തരത്തിലുള്ള ഫോട്ടോ പിഗ്മെന്റ്സ് ഉണ്ട്. ഒന്ന് പോർഫൈറോപ്സിൻ, 2 ഐഡോപ്സിൻ, 3 സൈനോപ്സിൻ. ഇങ്ങനെ ആയിരിക്കത്തില്ല ചോദിക്കുക. എന്താണ് ഒരു രീതി ചോദിക്കുക, അതായത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഫോട്ടോ പിഗ്മെന്റ്സ് ആർ നോട്ട് പ്രസന്റ് ഇൻ ദ കോൺസ്. കാരണം നമുക്ക് 3 ഉണ്ട്, നമ്മുടെ ഓപ്ഷൻസ് 4 അല്ലേ. അപ്പൊ ഇതിന്റെ കൂടെ വേറൊരു പേര് കൂടെ തന്നിട്ട് ചോദിക്കും, ഇതിലെ കോണിലുള്ള ഫോട്ടോ പിഗ്മെന്റ്സ് അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഓർത്തിരിക്കണം. എങ്ങനെ ഓർത്തിരിക്കും? കോൺസ് നമുക്ക് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ബ്രൈറ്റ് ലൈറ്റ് അല്ലേ, അതായത് കളറായിട്ടുള്ള പിക്ചേഴ്സ് കാണാൻ വേണ്ടിയാണ് നമ്മളെ കോൺസ് ഹെൽപ്പ് ചെയ്യുക അല്ലെ. PIC അല്ലെ, പിക്ചേഴ്സ്, നമ്മൾ പിക്ക് എന്ന് പറയില്ലേ, പിക്ചേഴ്സ്, കളർഫുൾ ആയിട്ടുള്ള പിക്സ് കാണാനാണ് നമ്മുടെ കോൺസ് ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. പോർഫൈറോപ്സിൻ, P ഫോർ പോർഫൈറോപ്സിൻ, I ഫോർ ഐഡോപ്സിൻ, C ഫോർ സൈനോപ്സിൻ. അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി. പിക്കിനാണ് നമ്മുടെ കോൺ സെൽസ് ഹെൽപ്പ് ചെയ്യുക. പിന്നെയും ചോദിക്കാം, പോർഫൈറോപ്സിൻ എന്തിനാണ്? റെസ്പോണ്ട് ടു റെഡ് ലൈറ്റ്. നമ്മൾ റെഡ് ലൈറ്റിലേക്ക് നോക്കുമ്പോൾ എന്താണ്? പോർഫൈറോപ്സിൻ ആണ് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഐഡോപ്സിൻ ആണെങ്കിലോ റെസ്പോണ്ട് ടു ഗ്രീൻ ലൈറ്റ്, സൈനോപ്സിൻ ആണെങ്കിലോ റെസ്പോണ്ട് ടു ബ്ലൂ ലൈറ്റ്. എങ്ങനെ ഓർത്തിരിക്കാം? BC എന്ന് ഓർത്താൽ മതി. ഇത് വേണ്ട, BC സൈനോപ്സിൻ, ബ്ലൂ ലൈറ്റ്. ദെൻ IG എന്ന് ഓർത്താൽ മതി. എന്താണ്? ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഇല്ല, IG. സോ IG ഐഡോപ്സിൻ ഗ്രീൻ ആണ്. ദെൻ പോർഫൈറോപ്സിൻ PR എന്ന് ഓർത്തിരുന്നാൽ മതി. സോ ഇതാണ് നമ്മുടെ കോണിൽ വരുന്ന ഫോട്ടോ പിഗ്മെന്റ്സ് കേട്ടോ. ചോദിക്കാം, ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നതാണ്. യെസ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തായിരുന്നു, നമ്മുടെ റാങ്ക് ബൂസ്റ്റർ പാക്കിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മളിപ്പോ കണ്ടത്. അതായത് അതിന്റെ ജസ്റ്റ് ഒരു സാമ്പിൾ ആയിരുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരുന്നുള്ളൂ. അപ്പം ഈ രീതിയിൽ ആക്ച്വലി നമ്മുടെ പഠനം എന്ന് പറയുമ്പോൾ അതിലെന്താണ്, അതില് കുറെ കണ്ടന്റ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. കണ്ടന്റ് ഉറപ്പായിട്ട് പഠിക്കണം. കാരണം നമുക്ക് നമ്മുടെ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ കൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കാനായിട്ട് നമ്മൾ കണ്ടന്റ് പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് റിവൈസ് ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ മൂന്നാമത്തെ കാര്യം, വളരെ സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റഡി ആയിരിക്കണം നമ്മുടേത് കേട്ടോ. എന്താണ് സ്മാർട്ട് സ്റ്റഡി? അതായത് ഹാർഡ് വർക്ക്. ഞാൻ പറഞ്ഞു, ഹാർഡ് വർക്കിലാണ് നമ്മുടെ കൺസെപ്റ്റ് ക്ലിയർ ആക്കാനായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട്
പഠിക്കുക. രണ്ടാമത്തത് വളരെ ഹാർഡായിട്ട് തന്നെയാണ് നമ്മൾ റിവിഷന് പോവുക. മൂന്നാമത്തേത് സ്മാർട്ട് വർക്ക് ആണ്. സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. കൂടാതെ അവിടെ നമ്മൾ കുറച്ച് ബുദ്ധി കൂടെ ഉപയോഗിക്കണം. ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ, സെയിം ക്വസ്റ്റ്യൻസ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാറില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെ പഠിക്കണം? ആ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് പഠിക്കണം. ആ ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് കൂടെ അനലൈസ് ചെയ്യണം. അപ്പം ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം കറക്റ്റ് ആൻസർ ആയിരിക്കും. ബാക്കി 3 ഓപ്ഷൻസ് കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേറെ 3 ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ആയിരിക്കും അവിടെ പറയുക. കൂടാതെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറില്ല, പകരം ഏരിയാസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരിക. അപ്പം ആ ഏരിയ കൂടെ നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ്, ഞാൻ 100% ഗ്യാരണ്ടി പറയുന്നു, നിങ്ങൾക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റില് ടോപ്പിൽ വരാം, എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കാം. സോ ആ രീതിയിൽ നമ്മൾ ആ രീതി മുന്നിൽ കണ്ടുകൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പാക്കേജ് ആണ് ഈ റാങ്ക് ബൂസ്റ്റർ പാക്കിൽ വരുന്ന ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പാക്കേജ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിൽ നമ്മുടെ സ്റ്റുഡൻസിന്, നമുക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്ന സ്റ്റുഡൻസിനാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കുക. സോ നന്നായിട്ട് പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നന്നായിട്ട് പഠിക്കുക. ഈ രീതിയിൽ കൂടെ നമ്മൾ സ്മാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഉന്നത റാങ്ക് ലഭിക്കാനായിട്ട് കഴിയും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ ബൈ ബൈ. നമ്മൾ നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈമിൽ കാണാം.